തൃശൂർ കുറ്റുമുക്ക് പാടത്ത് മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ജ്വല്ലറി വ്യാപാരിയും മകനും ഭാര്യയും പിടിയിൽ. പ്രതികൾ സഞ്ചരിച്ച കാർ ഉറങ്ങിക്കിടന്ന രവിയുടെ ദേഹത്തുകൂടെ അബദ്ധത്തിൽ കയറുകയായിരുന്നു. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, എങ്ങനെയാണ് ഈ സംഭവത്തിലെ വാസ്തവം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? പോലീസിന് അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ലിബീഷ്, ഈ 24-ാം തീയതി രാവിലെയാണ് ഈ രവി എന്ന് പറയുന്ന ഈ പാലക്കാട് സ്വദേശിയെ കുറ്റുമുക്ക് പാടത്തിന് സമീപം റോഡ് സൈഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ കണ്ടെത്തുന്ന സമയത്ത് ശരീരത്തിന്റെ വയറിന്റെ ഒരു വശത്തായി മുറിവ് ഏറ്റ നിലയിലായിരുന്നു. അടിവസ്ത്രം മാത്രം ധരിച്ചിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. രാവിലെ നടക്കാനിറങ്ങിയവർ ഈ രവിയുടെ മൃതദേഹം കണ്ടെത്തിയെ തുടർന്ന് മണ്ണുത്തി പോലീസിൽ അറിയിക്കുകയായിരുന്നു. മണ്ണുത്തി പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ആദ്യഘട്ടത്തിൽ ആരെങ്കിലും കത്തി കൊണ്ടോ അല്ലെങ്കിൽ മറ്റായുധം കൊണ്ടോ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം അവിടെ കൊണ്ടു വിട്ടതാകാം എന്നാണ് കരുതിയിരുന്നത്. പിന്നീട് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് വിവരങ്ങൾ അറിയുന്നത്. അതായത് വാരിയെല്ല്, 10ഓളം വാരിയെല്ലിന് ക്ഷതമേറ്റിട്ടുണ്ട്. മാത്രമല്ല ഒരു കൈയിന്റെ ഷോൾഡറിന്റെ ഭാഗത്തായി പൊട്ടലുണ്ട്. അതുപോലെ തന്നെ വാഹനം ഇടിച്ച് നിരങ്ങി ആയിരുന്നു മരണം സംഭവിച്ചതെന്നും പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർക്ക് വ്യക്തമായി. ഇതനുസരിച്ച് പോലീസ് അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നപ്പോഴാണ് ഈ വാഹനം ഇടിച്ചാണ് ഇദ്ദേഹം മരിച്ചതെന്നും മറ്റ് ഈ അപകടത്തിന്റെ ചുരുൾ അഴിയുന്നതും എല്ലാം. തുടർന്ന് പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു കാറ് ഈ വഴിയിലൂടെ, ഈ മേഖലയിലൂടെ വരുന്നതായി ദൃശ്യങ്ങൾ ലഭിച്ചത്. തുടർന്ന് ആ കാറിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിലാണ് ഈ 3 പ്രതികളുടെയും വീട്ടിലേക്ക് എത്തിയത്. വീട്ടിൽ ഈ കാർ ഉള്ളതായി പോലീസ് സ്ഥിരീകരിച്ചു. തുടർന്ന് ഇവരെ 3 പേരെയും മണ്ണുത്തി സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ ഈ അപകടത്തിന്റെ ചുരുളഴിയുന്നത്. 23-ാം തീയതി രാത്രിയായിരുന്നു. അതായത് 24-ന് ബോഡി കണ്ടെത്തുന്നു, 23-നാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. രാത്രി ഏകദേശം ഒരു 9:30-യോടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഈ പറയുന്ന 3 പേരും, വിശാലും അദ്ദേഹത്തിന്റെ പിതാവും അതുപോലെ വിശാലിന്റെ ഭാര്യയും ഉൾപ്പെടെ പുറത്തുപോയി ഭക്ഷണം കഴിച്ച് തിരികെ വീട്ടിലേക്ക് വരുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. വീട്ടിലേക്ക് കാർ കയറ്റുന്നതിനിടെ വീടിന് മുൻവശത്തായി, ഗേറ്റിന് പുറത്തായി ഈ രവി കിടന്നുറങ്ങുകയായിരുന്നു. പക്ഷേ രാത്രിയായിരുന്നു, ഇരുട്ടായതുകൊണ്ട് ഇവർ രവിയെ കണ്ടില്ല. തുടർന്ന് ഇവരുടെ കാറ് രവിയുടെ ദേഹത്തുകൂടെ കയറുകയായിരുന്നു. അങ്ങനെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. പക്ഷേ ഈ സംഭവം പുറം ലോകം അറിയാതിരിക്കാനായി ഇവർ ഈ മൃതദേഹം ഇതേ വാഹനത്തിനെ ഡിക്കിയിലാക്കി ഒളിപ്പിച്ച് രാത്രി തന്നെ അവിടെ കുറ്റുമുക്ക് പാടത്തെത്തിച്ച് ഉപേക്ഷിച്ച് ഇവർ അവിടെ നിന്നും പോവുകയായിരുന്നു. ഇതാണ് ഈ സംഭവത്തിന്റെ യഥാർത്ഥ വശം. അതായത് ഇവർ ഈ അപകട വിവരം പോലീസിനെയും മറ്റും അറിയിക്കാതെ നേരെ മൃതദേഹം ഒളിപ്പിക്കാൻ, അതുപോലെ കൊണ്ട് ഉപേക്ഷിക്കാൻ ആണ് ഇവർ മുതിർന്നത്. ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും തെളിവ് നശിപ്പിക്കലും അതുപോലെ കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ 304-ഉം അതുപോലെ തെളിവ് നശിപ്പിക്കുക 201 എന്നീ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഈ വിശാലിന്റെ പിതാവിനെയും ഭാര്യയെയും സ്റ്റേഷനിൽ നിന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചിട്ടുണ്ട്. പക്ഷേ വിശാൽ ഇപ്പോൾ ഡിറ്റക്ഷൻ സെന്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നാലും ഈ ഒരു അപകടത്തിന്റെ ചുരുൾ അഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊരു കൊലപാതകമോ അല്ലെങ്കിൽ കുത്തി കൊലപ്പെടുത്തിയതോ ആണെന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ്. പക്ഷേ വിശദമായ അന്വേഷണം, പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലെല്ലാം നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിലൊരു അബദ്ധവശാൽ ഉണ്ടായ ഒരു മരണം. ഇവർ മൃതദേഹം ഒളിപ്പിക്കാനായി മുതിർന്നു. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് കടന്നതും ഇതുമായി ബന്ധപ്പെട്ട ചുരുൾ അഴിയുന്നതും. ലിബീഷ്. ശരി അനീഷ്, തൃശൂർ കുറ്റുമുക്ക് പാടത്ത് മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ജ്വല്ലറി വ്യാപാരിയും മകനും ഭാര്യയും പിടിയിലായിരിക്കുകയാണ്. പ്രതികൾ സഞ്ചരിച്ച കാർ ഉറങ്ങിക്കിടന്ന രവിയുടെ ദേഹത്തുകൂടെ കയറുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. വിവരങ്ങളാണ് അനീഷ് ആന്റണി നൽകിയത്.